ഹലോ ഫ്രണ്ട്സ്, ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള സ്റ്റേറ്റ് +2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ 8ാമത്തെ വീഡിയോ ലെക്ചറാണ്. ഇപ്പോൾ 1ാമത്തെ ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ പുതിയ സെക്ഷൻ 1.4 ഓപ്പറേഷൻസ് ഓൺ പോയിൻറ്റേഴ്സ് ആണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്. അപ്പോൾ സെക്ഷൻ 1.3യുടെ ക്ലാസ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് ലെക്ചേഴ്സും കൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സബ്സെക്ഷൻ 1.4.1 അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഓൺ പോയിൻറ്റേഴ്സ്. ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിനേക്കാൾ മുന്നേ നമുക്ക് എന്താണ് ഓപ്പറേഷൻസ് എന്നുള്ളത് അറിയണം. ലാസ്റ്റ് ഇയർ +1 നിങ്ങൾ പഠിച്ചു കാണും ഓപ്പറേഷൻസിനെ കുറിച്ച്. ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ഓപ്പറേറ്റർ, രണ്ടാമത്തത് ഓപ്പറാൻഡ്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് സിമ്പിൾസ് ഓർ ഫങ്ഷൻസ്. അതുപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് കമ്പ്യൂട്ടേഷൻ ചെയ്യുവാണ്, ലൈക്ക് മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ, അതായത് അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ അങ്ങനെയുള്ളത്. ഓപ്പറാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഓപ്പറേഷൻ നമുക്ക് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇൻപുട്സ് വേണം അല്ലെങ്കിൽ ഡാറ്റ വേണം. ആ ഇൻപുട്സിനെയാണ് ഓപ്പറാൻഡ് എന്ന് നമ്മൾ പറയുന്നത്. സോ ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ ഹിയർ. 3 + 4 = 7. So here 3 and 4 are the operands, plus symbol is the operator. അപ്പോൾ ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്താണ്? അഡീഷൻ ഓപ്പറേഷൻ ആണ്. ആൻഡ് റിസൾട്ട് ഓഫ് ദറ്റ് ഓപ്പറേഷൻ ഇസ് 7. അപ്പോൾ ഇതുപോലുള്ള ഓപ്പറേഷൻസൊക്കെ ചെയ്യാനായിട്ട് +1 നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അരിത്തമാറ്റിക്, ലോജിക്കൽ, റിലേഷണൽ ആൻഡ് സോ ഓൺ. സോ ഈ ഓപ്പറേറ്റേഴ്സൊക്കെ നിങ്ങൾക്ക് പോയിൻറ്റേഴ്സിലും പെർഫോം ചെയ്യാവുന്നതാണ്. ബട്ട് വൈ ഇറ്റ് ഈസ് പെർഫോംഡ് ഓൺ പോയിൻറ്റേഴ്സ്? ബിക്കോസ് പോയിൻറ്റേഴ്സ് ഈസ് വർക്കിംഗ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് മെമ്മറി അഡ്രസ്. മെമ്മറി അഡ്രസ്സ് ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം അൺസൈൻഡ് ഇൻറ്റീജർ നമ്പേഴ്സ് വെച്ചിട്ടാണ്, അതായത് പോസിറ്റീവ് ഇൻറ്റീജർ നമ്പേഴ്സ് വെച്ചിട്ടാണ്. സ്റ്റാർട്ടിങ് ഫ്രം 0 നമ്മുടെ റാം സൈസ് എന്താണോ അവിടെയും വരെ. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേറ്റേഴ്സൊക്കെ നമുക്ക് പോയിൻറ്റേഴ്സിലും പെർഫോം ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ്, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതിനെയാണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെയാണ് പോയിൻറ്റേഴ്സിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബട്ട് സം ഓഫ് ദി അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് മാത്രമാണ് നമ്മൾ പോയിൻറ്റേഴ്സിനകത്ത് പെർഫോം ചെയ്യുന്നുള്ളൂ. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. So let us consider 2 pointer variable. First one is short star SIPTR. അതൊരു ഷോർട്ട് ഡാറ്റ ടൈപ്പിലുള്ള പോയിൻ്റർ വേരിയബിൾ ആണ്. ആൻഡ് സെക്കൻഡ് വൺ ഫ്ലോട്ട് സ്റ്റാർ FLPTR. അതൊരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള പോയിൻ്റർ വേരിയബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ മെമ്മറി അലൊക്കേഷൻ നിങ്ങൾ സെക്ഷൻ 1.3 കണ്ടു കാണും. ഞാനത് ഒന്നുകൂടെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുവാണ്. അപ്പോൾ മെമ്മറി അലൊക്കേഷൻ നോക്കുക. SI പോയിൻ്റർ, ആ വേരിയബിൾ ഒരു ഷോർട്ട് ഡാറ്റ ടൈപ്പിലുള്ളത് കൊണ്ട് 2 ബൈറ്റ്സ് ആണ് മെമ്മറിയിൽ അതിന് റിക്വയർ ചെയ്യുന്നത്. അപ്പോൾ 1000 and 1001 മെമ്മറിയിൽ അതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 1000 ഈസ് ദ ആക്ച്വൽ അഡ്രസ് ഓഫ് SI പോയിൻ്റർ. കാരണം ഫസ്റ്റ് സെല്ലിൻ്റെ അഡ്രസ്സ് എന്താണോ അത് തന്നെയായിരിക്കും ആ പോയിൻ്റർ വേരിയബിൾ അഡ്രസ്സ്. അത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് FL പോയിൻ്റർ ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ആണ്. സോ 4 ബൈറ്റ്സ് ആണ് അതിന് റിക്വയർ ചെയ്യുന്നത്. അതുകൊണ്ട് 1010 മുതൽ 1013 വരെയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് 1010 ആയതുകൊണ്ട് തന്നെ FL പോയിൻ്ററിൻ്റെ ആക്ച്വൽ അഡ്രസ്സ് വിൽ ബി 1010. സോ നിങ്ങളിപ്പോൾ 2 വേരിയബിൾസിൻ്റെയും മെമ്മറി അലൊക്കേഷൻ കണ്ടു. ഇനി ഈ താഴെ തന്നിരിക്കുന്ന 2 C++ സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ കൺസിഡർ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടും കൂടെ ഒന്ന് പറയാൻ ശ്രമിക്കുക. Cout SIPTR +1. സോ SIPTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോയിൻ്റർ വേരിയബിൾ ആയിരിക്കും. സോ SIPTR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. സോ അഡ്രസ്സ് ഓഫ് SIPTR എന്താണ്? 1000 ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ +1 കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? 1001. ആൻഡ് Cout FLPTR. FLPTRൻ്റെ അഡ്രസ്സ് എന്താണ്? 1010 ആണ്. അതിൻ്റെ കൂടെ 1 കൂടെ ചേർന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്? 1011. സോ ഇതായിരിക്കുമോ ഇതിൻ്റെ ആക്ച്വൽ ഔട്ട്പുട്ട്? എന്നാൽ അല്ല. സോ ഔട്ട്പുട്ട് എന്താണ്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. Adding 1 to a pointer is not the same as adding 1 to an int or float type data, which means that ഒരു ഇൻറ്റീജർ ഡാറ്റയാണ് 3, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇസ് 4. അതുപോലെ തന്നെയാണ് ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് 3.5 + 1, ഔട്ട്പുട്ട് വിൽ ബി 4.5. ബട്ട് ഇതുപോലെയല്ല പോയിൻ്റർ വേരിയബിളിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. സോ നമ്മുടെ പോയിൻ്റർ വേരിയബിൾ എന്താണ്? SIPTR ആണ്. സോ ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെൽ അഡ്രസ്സ് അല്ല നമുക്ക് കിട്ടുന്നത്,
ഓക്കെ, SIPTRൻ്റെ അഡ്രസ്സ് എന്താണ്? 1000 ആണ്. ആൻഡ് അതിൻ്റെ കൂടെ +1 കൊടുത്തു കഴിഞ്ഞാൽ 1001 എന്നാണ് നിങ്ങൾ വിചാരിക്കുക, ബട്ട് അല്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്? ഓക്കെ, സോ വെൻ വി ആഡ് 1 to a shortened pointer, the expression returns address of next location of shortened type. അതായത് shortened type എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബൈറ്റ്സ് ആണ് മെമ്മറിയിൽ വേണ്ടത്, 2 സെൽസ് ആണ് അതിന് വേണ്ടിയിട്ട് വേണ്ടത്. ഓക്കെ, സോ ഓരോ സെല്ലിനും അല്ലെങ്കിൽ ഓരോ ബൈറ്റിനും കൂടെ ഒരു യൂണീക്ക് അഡ്രസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഈ സെല്ലിൻ്റെ അഡ്രസ്സ് 1000 ആണ്, രണ്ടാമത്തെ സെല്ലിൻ്റെ അഡ്രസ്സാണ് 1001. അപ്പോൾ ഈ 2 സെല്ലും കൂടെയാണ് ഒരു സിംഗിൾ സ്റ്റോറേജ് ലൊക്കേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഫോർ ദ ഷോർട്ടിൻ്റെ ടൈപ്പ്. അതാണ് നമ്മുടെ SIPTR. ഓക്കെ, സോ ഇതിൻ്റെ കൂടെ നമ്മളൊരു +1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ സിംഗിൾ സ്റ്റോറേജ് ലൊക്കേഷൻ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു +1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നെക്സ്റ്റ് ലൊക്കേഷനിലേക്കായിരിക്കും അത് പോകുന്നത്, നെക്സ്റ്റ് ലൊക്കേഷൻ. ആ ഒരു ലൊക്കേഷനും എന്തുണ്ടായിരിക്കും? ഒരു യൂണീക്ക് അഡ്രസ്സ് ഉണ്ടായിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി 1002. ഓക്കെ, സോ അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് അഡ്രസ്സബിൾ ഷോർട്ടിൻ്റെ ലൊക്കേഷൻ ആയിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതായത് 1002. Okay, so when 1 is added to a shortened type pointer, actually its size, that is 2, is to be added to the address contained in the പോയിൻ്റർ വേരിയബിൾ. ആ പോയിൻ്റർ വേരിയബിളിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന അഡ്രസ്സിൻ്റെ കൂടെ ആക്ച്വലി നമ്മളിവിടെ അതിൻ്റെ സൈസാണ് ആഡ് ചെയ്യേണ്ടത്, അതായത് 2 ആണ് ആഡ് ചെയ്യേണ്ടത്. SI പോയിൻ്റർ +1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SI പോയിൻ്റർ +2 ആണ് ശരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, കാരണം സൈസ് ഓഫ് ഷോർട്ടിൻ്റെ ടൈപ്പ് 2 ആയതുകൊണ്ട് SI പോയിൻ്ററിൻ്റെ അഡ്രസ്സ് ഇപ്പോൾ 1000 ആണ്, അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് പോയിൻ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാലും. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ FLPTR ആണ്. സോ അതിൻ്റെ കൂടെ +1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? കറണ്ട് അഡ്രസ് ഓഫ് ദി ഫ്ലോട്ടിംഗ് പോയിൻ്റർ, അതായത് 1010 ആണ് കറണ്ട് അഡ്രസ്. അതിൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? സൈസ് ഓഫ് ദി ഫ്ലോട്ട് ടൈപ്പ്. സോ സൈസ് ഓഫ് ദ ഫ്ലോട്ട് ടൈപ്പ് ഈസ് 4. സോ ദ ഔട്ട്പുട്ട് ഈസ് 1014. ഓക്കെ, ഇനി ഇത് ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിലോ, FLPTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 4 ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും അതിന്. സ്റ്റാർട്ടിങ് അഡ്രസ്സ് 1011, പിന്നെ 1012, 1013. ഓക്കെ, സോ ഇതിൻ്റെ കൂടെ +1 ആഡ് ചെയ്ത്, അപ്പോൾ ഇതാണ് കംപ്ലീറ്റ്ലി ഒരു സിംഗിൾ സ്റ്റോറേജ് ലൊക്കേഷനാണ് FLPTR. സോ ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അഡ്രസ് ലൊക്കേഷനെ ആയിരിക്കും അതെന്ത് ചെയ്യുന്നത്? പോയിൻ്റ് ചെയ്യുന്നത്, അതായത് 1014. ക്ലിയർ ആയോ? സോ ഇങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ തരികയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഇവിടെയുണ്ട്. ഇപ്പോൾ SIPTR +5 ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കണ്ടുപിടിക്കണം. SIPTR ഷോർട്ടിൻ്റെ ആണ്. സോ സൈസ് എന്ന് പറയുന്നത് 2 ആയിരിക്കുമല്ലോ. അപ്പോൾ 5ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ കറണ്ട് അഡ്രസ് ഓഫ് SIPTR പ്ലസ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് 5 ആണ്. സോ 5ൻ്റെ കൂടെ സൈസ് ഓഫ് ദ ഷോർട്ടിൻ്റെ. സോ ദ ഔട്ട്പുട്ട് ഈസ് 1010. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്ക് FLPTRൻ്റെ കൂടെ 3 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ FLPTRൻ്റെ കറണ്ട് അഡ്രസ്സ് എന്ന് പറയുന്നത് 1010 ആണ്. ആഡ് ചെയ്യേണ്ടത് എത്രയാണ്? 3 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 4 ആക്ച്വൽ സൈസ് ഓഫ് ഫ്ലോട്ട് ടൈപ്പിൻ്റെ ആക്ച്വൽ സൈസ് 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ദ ഔട്ട്പുട്ട് ഈസ് 1022. ഓക്കെ, സോ ഇതേ മാനറിൽ തന്നെയാണ് നമ്മൾ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻസും പോയിൻറ്റേഴ്സിനകത്ത് പെർഫോം ചെയ്യുന്നത്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് പ്ലസ് ഓപ്പറേറ്റർ നമ്മളിവിടെ മൈനസ് ഓപ്പറേറ്റർ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പം നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൻ്റെ കുറച്ച് എക്സസൈസസുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കണ്ടുപിടിക്കണം. 4 അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് ആണ്. സോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് SIPTR +10 ആണ്. സോ SIPTR ഒരു ഷോർട്ടിൻ്റെ ടൈപ്പാണ്. സോ സൈസ് ഇസ് 2 ആൻഡ് കറണ്ട് അഡ്രസ്സ് എന്ന് പറയുന്നത് 1000 ആണ്. +10 ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ബട്ട് ഓരോ ലൊക്കേഷനിലും 2 സെൽസാണ് വരുന്നത്. അപ്പോൾ 10ൻ്റെ കൂടെ നമ്മൾ 2 എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ദ റിസൾട്ട് ഈസ് 1020.
ആൻഡ് നെക്സ്റ്റ് ഈസ് FL-PTR പ്ലസ് 7 ആണ്. സോ FL-PTRൻ്റെ കറണ്ട് അഡ്രസ്സ് എന്ന് പറയുന്നത് 1010 ആണ്. അതിൻ്റെ കൂടെ 7 ആണ് ആഡ് ചെയ്യേണ്ടത്. ബട്ട് ഓരോ ലൊക്കേഷനും 4 ബൈറ്റ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആൻസർ ഇസ് 1038. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് സബ്ട്രാക്ഷൻ ആണ്. SI-PTR മൈനസ് 5. അപ്പോൾ SI-PTRൻ്റെ കറണ്ട് അഡ്രസ്സ് 1000 ആണ്. മൈനസ് 5 ഇൻറ്റു 2. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 10 കുറയ്ക്കണം. അപ്പോൾ 990 ആണ് ആൻസർ. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് FL-PTR മൈനസ് 10 ആണ്. സോ കറണ്ട് അഡ്രസ് ഓഫ് FL-PTR ഈസ് 1010 മൈനസ് 10 ഇൻറ്റു എത്രയാണ് ഓരോ ലൊക്കേഷനും 4 ആണ്, 4 ബൈറ്റ്സ് ആണ്. സോ ദ ആൻസർ ഈസ് 1970. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് പോയിൻറ്റ്സ് ആണ് ഓർത്തിരിക്കേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്ത സബ്ട്രാക്ഷൻ ആൻഡ് അഡീഷൻ ഓപ്പറേഷൻ പ്രാക്ടിക്കലി റോങ് ആണ്. കാരണം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ റിസർവ്ഡ് ആയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ആൻഡ് ആ ലൊക്കേഷനകത്ത് ഓൾറെഡി സം വാല്യൂസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ SI-PTR പ്ലസ് 1 എന്ന് കൊടുത്തല്ലോ. നമ്മൾ ആക്സസ് ചെയ്യുന്ന ലൊക്കേഷൻ ഈസ് 1002 ആണ്. ബട്ട് ഈ ലൊക്കേഷനകത്ത് ഓൾറെഡി ഒരു വാല്യൂ ഉണ്ട് 8. ഓക്കെ, ബട്ട് ഈ ഒരു ലൊക്കേഷൻ ഞാൻ ആക്സസ് ചെയ്യുന്നത് എനിക്ക് 10 എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാനാണ്. ബട്ട് എനിക്കറിയില്ല ഇതിനകത്ത് ഓൾറെഡി ഒരു വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വാല്യൂ ആക്സസ് ചെയ്യുന്ന സമയത്ത് 8 എന്നുള്ളത് റിമൂവ് ആയി, അവിടെ 10 എന്ന് പറയുന്ന വാല്യൂ റീപ്ലേസ് ആകും. ഓക്കെ, സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ചില സമയത്ത് നമുക്ക് ഈ ലൊക്കേഷൻസിലൊന്നും ആക്സസിബിൾ ആയിരിക്കത്തില്ല, ആക്സസ് റൈറ്റ് വയലേഷൻ ഉണ്ടാവുന്നത് കൊണ്ട്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റേഴ്സിലെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല, only addition and subtraction. ഓക്കെ, സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് പോയിന്റേഴ്സ് ആർ ഓൺലി ഇൻക്രിമെൻറ്റഡ്, അതായത് അഡീഷൻ ചെയ്യാം ഓർ ഡിക്രിമെൻറ്റഡ്, സബ്ട്രാക്ട് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഒന്നും തന്നെ പോയിന്റേഴ്സിൽ പോസിബിൾ അല്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രോഗ്രാംസ് ദാറ്റ് ഇല്ലുസ്ട്രേറ്റ് വേരിയസ് ഓപ്പറേഷൻസ് ഓൺ പോയിന്റേഴ്സ്. അത് 2-3 പ്രോഗ്രാംസുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, പിന്നെ മറക്കാതെ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്തേക്കുക. എന്നാലും ഞങ്ങളുടെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് വരത്തുള്ളൂ. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.